Hi friends, welcome back to Aisha's Kitchen. വിപ്പിംഗ് പൗഡർ ഉപയോഗിച്ചിട്ടുള്ള വിപ്പിഡ് ക്രീം എങ്ങനെ തയ്യാറാക്കാം എന്നാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഈ റെസിപ്പി ചോദിച്ചിട്ട്, അപ്പോൾ അതൊന്ന് സിമ്പിളായിട്ട് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഒരു വലിയ ഗ്ലാസ് ബൗൾ എടുത്തിട്ട് അതിലേക്ക് വിപ്പിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഡ്രീം വിപ്പിൻ്റെ 2 പാക്കറ്റ് വിപ്പിംഗ് പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ വേറെ വിപ്പിംഗ് പൗഡറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പാക്കറ്റിൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും, അതൊന്ന് വായിച്ച് നോക്കിയ ശേഷം വേണം ഇത് തയ്യാറാക്കാൻ. പിന്നെ ഈ ഗ്ലാസ് ബൗളും നമ്മളുടെ ബീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബീറ്ററും ഫ്രീസറിൽ ഒരു 1/2 മണിക്കൂർ നേരം വെച്ച ശേഷം യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. പെട്ടെന്ന് റെഡിയായി കിട്ടും വിപ്പിഡ് ക്രീം. ഈ 2 പാക്കറ്റ് വിപ്പിംഗ് പൗഡറിലേക്ക് 1 ഗ്ലാസ് തണുത്ത പാലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് പാൽ ഇതിലേക്ക് യൂസ് ചെയ്യുമ്പോൾ തണുത്ത പാൽ വേണം, പക്ഷെ നേരെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടെ ഉപയോഗിക്കാനും പാടില്ല. ഒരു 10 മിനിറ്റ് നേരം പുറത്ത് വെച്ച ശേഷം വേണം ഉപയോഗിക്കാൻ. പിന്നെ പാൽ 1 ഗ്ലാസ് വേണം ആക്ച്വലി, പക്ഷേ അത് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കരുത്. ലാസ്റ്റ് നല്ല തിക്കാണെങ്കിൽ മാത്രം വീണ്ടും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിനായിട്ട് കുറച്ച് ബാക്കി വെക്കണം. ഇനി ബീറ്റർ കൊണ്ട് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതായത് ഒരു 4 മിനിറ്റൊക്കെ വേണ്ടി വരും എന്തായാലും. പിന്നെ നിർത്തി വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. വിപ്പിംഗ് പൗഡർ കൊണ്ടുള്ള വിപ്പിഡ് ക്രീം തയ്യാറാക്കാൻ വളരെ സിമ്പിളാണ്, പക്ഷേ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വന്നാൽ മതി മൊത്തത്തിൽ ഫ്ലോപ്പായി പോകാൻ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കണ്ടിന്യൂസ് ആയിട്ട് 4 മിനിറ്റ് ഒരിക്കലും ബീറ്റ് ചെയ്യരുത്. അതായത് ഒരു 30 സെക്കൻഡ് നല്ല ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യുക, പിന്നെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, പിന്നെ വീണ്ടും ബീറ്റ് ചെയ്യുക. അങ്ങനെ 4 മിനിറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് 4 മിനിറ്റ് നിർത്താതെ ബീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് ബട്ടറായി പോകും. അപ്പോൾ നമ്മൾക്ക് ഈ സ്റ്റിഫ്നെസ് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിർത്തി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിർത്തിയിട്ട് വേണം ബീറ്റ് ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ കൺസിസ്റ്റൻസി നോക്കി കണ്ടില്ലേ, ഇപ്പോഴും വാട്ടറി കൺസിസ്റ്റൻസിയാണ്, അത് സ്റ്റിഫായിട്ടില്ല. എന്നോട് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഒരുപാട് റിക്വസ്റ്റ് വന്നിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നത്. ഇപ്പോൾ വിപ്പിംഗ് ക്രീം ഏകദേശം ചെറുതായിട്ടൊന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. പിന്നെ ഈ വിപ്പിംഗ് പൗഡർ നമുക്ക് ഗ്രോസറിയിലും സൂപ്പർ മാർക്കറ്റിലും ഒക്കെ കിട്ടാവുന്നതാണ്. അപ്പോൾ വിപ്പിംഗ് പൗഡർ ഒന്ന് ചോദിച്ചാൽ മതി. വിപ്പിംഗ് ക്രീം ഉണ്ട്, അത് വേറെയാണ്. വിപ്പിംഗ് പൗഡറാണ് ഞാനിപ്പോൾ ഈ യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളുടെ വിപ്പിഡ് ക്രീം ഏകദേശം റെഡിയായി വരുന്നുണ്ട്, പക്ഷേ ഒന്നുകൂടി ബീറ്റ് ചെയ്യാനുണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ ബീറ്റുമ്പോൾ ഇങ്ങനെ പൊക്കുമ്പം അത് താഴെ വീഴരുത്, അതായത് സ്റ്റിഫായി കിടക്കണം. അതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം ലെവലായിട്ടുണ്ട്, നല്ലോണം ലെവലായിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് മൊത്തത്തിലൊന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്ക് നിർത്താം. അങ്ങനെ വിപ്പിഡ് ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വിപ്പിംഗ് പൗഡർ കൊണ്ടുള്ള വിപ്പിഡ് ക്രീം എങ്ങനെ തയ്യാറാക്കുന്നത് കണ്ടില്ല എല്ലാവരും? വളരെ സിമ്പിളാണ്. ഇനി ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് കോരി എടുത്തിട്ടുണ്ടെങ്കിൽ താഴെ വീടരുത്. അതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. അപ്പോൾ ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ, പുഡിംഗ് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ അതുപോലെ പാല് കണ്ടില്ലേ, ഞാൻ 1 ഗ്ലാസ് മൊത്തത്തിൽ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം നമുക്ക് യൂസ് ചെയ്യാൻ. പിന്നെ മറക്കണ്ട കേട്ടോ, 1 പാക്കറ്റ് വിപ്പിംഗ് പൗഡറിന് 1/2 കപ്പ് തണുത്ത പാല്. അതും ഫ്രിഡ്ജിൽ നിന്ന് നേരെ ഉപയോഗിക്കാൻ പാടില്ല. ഒരു 5 മിനിറ്റ് പുറത്ത് വെച്ച ശേഷം വേണം ഉപയോഗിക്കാൻ. അപ്പോൾ ഇതെല്ലാവരും തയ്യാറാക്കി നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക്